വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 16, 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അവിശ്വസ്തനായ കാര്യസ്ഥൻ. യേശു ശിഷ്യരോട് പറഞ്ഞു, ഒരു ധനവാന് ഒരു കാര്യസ്ഥൻ ഉണ്ടായിരുന്നു. അവൻ സ്വത്ത് ദുർവ്യയം ചെയ്യുന്നുവെന്ന് യജമാനന് പരാതി ലഭിച്ചു. യജമാനൻ അവനെ വിളിച്ചു ചോദിച്ചു, നിന്നെപ്പറ്റി ഞാൻ കേൾക്കുന്നത് എന്താണ്? നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക. മേലിൽ നീ കാര്യസ്ഥനായിരിക്കാൻ പാടില്ല. ആ കാര്യസ്ഥൻ ആത്മഗതം ചെയ്തു, യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുന്നതിനാൽ ഞാൻ ഇനി എന്തു ചെയ്യും? കിളയ്ക്കാൻ എനിക്ക് ശക്തിയില്ല, ഭിക്ഷയാചിക്കാൻ ലജ്ജ തോന്നുന്നു. എന്നാൽ യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുമ്പോൾ ആളുകൾ തങ്ങളുടെ വീടുകളിൽ എന്നെ സ്വീകരിക്കേണ്ടതിന് എന്തു ചെയ്യണമെന്ന് എനിക്കറിയാം. യജമാനനിൽ നിന്ന് കടം വാങ്ങിയവർ ഓരോരുത്തരെ അവൻ വിളിച്ചു. ഒന്നാമനോട് അവൻ ചോദിച്ചു, നീ എന്റെ യജമാനന് എന്തു കൊടുക്കാനുണ്ട്? അവൻ പറഞ്ഞു, 100 ബത്ത് എണ്ണ. അവൻ പറഞ്ഞു, ഇതാ നിന്റെ പ്രമാണം, എടുത്ത് 50 ബത്ത് എന്ന് തിരുത്തി എഴുതുക. അനന്തരം അവൻ മറ്റൊരുവനോട് ചോദിച്ചു, നീ എന്തു കടപ്പെട്ടിരിക്കുന്നു? അവൻ പറഞ്ഞു, 100 കോർ ഗോതമ്പ്. അവൻ പറഞ്ഞു, നിന്റെ പ്രമാണം എടുത്ത് 80 കോർ എന്ന് തിരുത്തി എഴുതുക. കൗശലപൂർവം പ്രവർത്തിച്ചതിൽ നീതിരഹിതനായ കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചു. എന്തെന്നാൽ ഈ യുഗത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിന്റെ മക്കളെക്കാൾ ബുദ്ധിശാലികളാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവിൻ. അത് നിങ്ങളെ വെടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും. ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും. ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും. അധാർമിക സമ്പത്തിന്റെ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥ ധനം ആര് നിങ്ങളെ ഏൽപ്പിക്കും? മറ്റൊരുവന്റെ കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായവ ആര് നിങ്ങൾക്ക് തരും? ഒരു ഭൃത്യന് 2 യജമാനന്മാരെ സേവിക്കാൻ സാധിക്കുകയില്ല. ഒന്നുകിൽ അവൻ ഒരുവനെ ദ്വേഷിക്കുകയും മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനോട് ഭക്തി കാണിക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും ധനത്തെയും ഒന്നിച്ചു സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. പണക്കൊതിയരായ ഫരിസേയർ ഇതെല്ലാം കേട്ടപ്പോൾ അവനെ പുച്ഛിച്ചു. അവൻ അവരോട് പറഞ്ഞു, മനുഷ്യരുടെ മുൻപിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു. മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ്. നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ ആയിരുന്നു. അതിനുശേഷം ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എല്ലാവരും ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കുന്നു. നിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും അസാധുവാകുന്നതിനേക്കാൾ എളുപ്പം ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നതാണ്. ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഭർത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം ചെയ്യുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ധനസമ്പാദനത്വര യേശുവിന്റെ കാഴ്ചപ്പാടിൽ. യേശു ഒരിക്കൽ തന്റെ ശിഷ്യന്മാരെ വിളിച്ച് പണത്തിന്റെ നല്ല വിനിയോഗത്തെയും ദുർവിനിയോഗത്തെയും പറ്റി പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരു അവസരമായിരുന്നു അത്. ധനസമ്പാദന പ്രക്രിയയിൽ പലപ്പോഴും പണത്തിനോടൊപ്പം തിന്മയുടെ കറയും പുലരാൻ ഇടവരുമെന്ന് യേശു അവരെ ഓർമ്മിപ്പിക്കുന്നു. തിന്മയുടെ കറ പുരണ്ട ആ പണം സമ്പാദിക്കുന്ന രീതിയിൽ സാധാരണ വെളിച്ചത്തിന്റെ മക്കളെക്കാൾ
തിന്മ ചെയ്യുന്നവരുടെ ബുദ്ധി വളരെ സൂക്ഷ്മവും കൗശലവുമേറിയതായിരിക്കാനാണ് സാധ്യത എന്നും യേശു അവരെ ഓർമ്മിപ്പിക്കുന്നു. തുടർന്ന് യേശു ഈ യാഥാർത്ഥ്യം അവരെ ധരിപ്പിക്കുന്നതിന് വേണ്ടി പറഞ്ഞ ഒരു കഥയാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രതിപാദ്യ വിഷയം. യേശു പറയുന്നു, ഒരിക്കൽ ഒരു ധനാഢ്യനായ മനുഷ്യൻ തന്റെ കാര്യസ്ഥതയുടെ നിർവഹണം ഒരു വൃദ്ധനെ ഏൽപ്പിച്ചു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വൃദ്ധന്റെ പ്രവർത്തനത്തിൽ പന്തികേട് തോന്നിയ യജമാനൻ കാര്യങ്ങൾ തിരക്കിയപ്പോൾ മനസ്സിലായി അവൻ യാതൊരു തരത്തിലും ഉത്തരവാദിത്വത്തോടുകൂടിയല്ല തന്നെ ഏൽപ്പിച്ച കാര്യസ്ഥത നടത്തുന്നതെന്നും ധൂർത്തും ദുർവിനിയോഗവും അവന്റെ ഭാഗത്തുണ്ടെന്നും പലതരം അഴിമതികൾക്ക് അവൻ കൂട്ടുനിൽക്കുന്നുണ്ടെന്നും യജമാനന് വസ്തുനിഷ്ഠമായ രീതിയിൽ തന്നെ ബോധ്യമായി. ഈ അവസരത്തിൽ യജമാനൻ കാര്യസ്ഥനെ വിളിച്ചു വരുത്തി അയാളോട് അങ്ങനെ പെരുമാറാൻ ഇടവന്നതിന്റെ കാരണം തിരക്കുകയും അങ്ങനെ പെരുമാറാൻ ഇടവന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ കാര്യസ്ഥത അയാളിൽ നിന്ന് മാറ്റാൻ താൻ നിശ്ചയിച്ചിരിക്കുകയാണ് എന്ന് അയാളെ അറിയിക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ കാര്യസ്ഥൻ വളരെ കൗശലപൂർവവും ബുദ്ധിപൂർവവും പ്രവർത്തിക്കുന്നതായിട്ടാണ് നാം കാണുക. കാര്യസ്ഥൻ വിചാരിച്ചു, തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമ്പോൾ തനിക്ക് ജീവിക്കണം, മറ്റ് പല കാര്യങ്ങളും സമൂഹത്തിൽ ചെയ്യാനുള്ള പ്രാപ്തിയോ പരിശീലനമോ തനിക്കില്ല. അതുകൊണ്ട് മാന്യമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ജീവിക്കാവുന്ന ഒരു സമ്പാദ്യം തനിക്കുണ്ടാകണം. അതിനുവേണ്ടി യജമാനനോട് കടപ്പെട്ടിരിക്കുന്ന മറ്റു ഭൃത്യന്മാരെയൊക്കെ വിളിച്ചുകൂട്ടി താക്കും തരവും പോലെ കള്ളക്കണക്ക് നിർമ്മിക്കാൻ ഇടവരികയാണ്. അവരുടെ സഹകരണത്തോടുകൂടെ അങ്ങനെ കള്ളക്കണക്കുണ്ടാക്കി അവർക്ക് തന്നെ അല്പം സാമ്പത്തിക ലാഭവും വരുത്തത്തക്ക വിധത്തിലുള്ള രീതി ഈ കാര്യസ്ഥൻ അവലംബിച്ചു കണ്ടപ്പോൾ അവരും സഹകരിക്കാൻ തയ്യാറായി. അതിന്റെ ഫലമായി ഭൃത്യന്മാരുടെ കയ്യിൽ നിന്ന് തക്കതായിട്ടുള്ള പ്രതിഫലം കാര്യസ്ഥനെ ലഭിക്കുകയും ജോലിയിൽ നിന്ന് യജമാനൻ തന്നെ പിരിച്ചുവിടുമ്പോൾ ഓരോ ഭൃത്യനും സഹായം ചെയ്തു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവരുമായിട്ട് സുഹൃബന്ധം സ്ഥാപിക്കാൻ അത് വഴിയൊരുക്കുമെന്നുള്ള കണക്കുകൂട്ടലായിരുന്നു കാര്യസ്ഥന്. എന്നിട്ട് യേശു പറയുന്നു, എത്രയോ കൗശലപൂർവ്വം പ്രവർത്തിക്കുന്ന ഒരു കാര്യസ്ഥനെയാണ് നമുക്കിവിടെ കണ്ടെത്താവുന്നത്. ഈ കാര്യസ്ഥനെ ന്യായീകരിക്കുന്ന ഒരു ലോകത്തിലാണ് നിങ്ങൾ ജീവിക്കാൻ ഇടവരിക. എന്നാൽ യാഥാർത്ഥ്യബോധമനുസരിച്ച് ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത പുലർത്താൻ സാധിക്കാത്ത ഏതൊരുവനും വലിയ കാര്യങ്ങളിൽ വിശ്വസ്തത പുലർത്താൻ സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറിയതാകട്ടെ വലിയതാകട്ടെ ആ കാര്യങ്ങളിൽ വിശ്വസ്തയോടുകൂടെ ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൂടെ നിർവഹണം നിങ്ങൾ നടത്തുമ്പോഴല്ലാതെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കാൻ സാധിക്കാത്ത സ്ഥിതിയിലേക്ക് നിങ്ങൾ നീങ്ങാൻ ഇടവരും. അത് നിങ്ങളെ വിളിക്കുകയും നിയോഗിക്കുകയും ചെയ്തതിന്റെ ലക്ഷ്യത്തിന് വിഘാതമായി തീരും. ഒരിക്കലും ധനസമ്പാദനത്തിനുള്ള ഒരു ദുരാഗ്രഹം നിങ്ങളിൽ ഉണ്ടാകരുത്. ആ ദുരാഗ്രഹത്തോടൊപ്പം ലോകത്തിൻ്റെതായിട്ടുള്ള കൗശലങ്ങളും സൂത്രങ്ങളും കൂടപ്പിറപ്പായിട്ടുണ്ടാകും. അത് നിങ്ങളെ തീണ്ടാൻ പോലും ഇടവരുത്തരുത് എന്ന രീതിയിലായിരിക്കണം യേശു ശിഷ്യന്മാരോടായിട്ട് സംസാരിച്ചു കാണുക എന്ന് നമുക്ക് ന്യായമായി ഊഹിക്കാം.